ലോക് ഭവൻ പുറത്തിറക്കിയ കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും ദേശീയ സംസ്ഥാന നേതാക്കൾക്കൊപ്പമാണ് സവർക്കറുടെ ചിത്രം. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് കലണ്ടർ പ്രകാശനം ചെയ്തത്. ഇതാദ്യമായാണ് ലോക് ഭവൻ കലണ്ടർ ഇറക്കുന്നത്. സാധാരണ സർക്കാരിന്റെ കലണ്ടറാണ് ലോക് ഭവന് വിതരണം ചെയ്യാറുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് സുപ്രീം കോടതിയിൽ. കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. 2019 ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിന് ഒഴിവാക്കിയെന്നും കോടതി ചോദിച്ചിരുന്നു. ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ലെന്നും കോടതി ചോദിച്ചിരുന്നു. മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം. തനിക്കെതിരെ കോടതി നടത്തിയ ഈ പരാമർശങ്ങൾ തന്റെ ഭാഗം കേൾക്കാതെയാണെന്നും ഇതിനാൽ പരാമർശം നീക്കണമെന്നുമാണ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ A. കാർത്തിക് മുഖാന്തരം നൽകിയ ഹർജിയിൽ പറയുന്നത്. ഹർജി സുപ്രീം കോടതി ശൈത്യകാല അവധിക്ക് ശേഷം പരിഗണിക്കും. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കത്തോലിക്ക സഭ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ ഇരിക്കട്ടെ എന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി. രാഷ്ട്രീയത്തിന് ഉപരിയായി എല്ലാവരും നോക്കിക്കാണുന്ന ഒരു നേതാവെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിരിക്കാം. സിനിമാ നടനെന്ന നിലയിലും സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാകാം. അതുകൊണ്ട് സഭ ഒന്നാകെ സുരേഷ് ഗോപിയെ പിന്തുണച്ചോ എന്ന്, ക്രിസ്ത്യാനികൾ ഒന്നാകെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തോ എന്ന്, BJPയിലേക്ക് ചേർന്നോ എന്ന് വിലയിരുത്താൻ ആ വിജയം നിമിത്തമാകുന്നില്ല എന്നായിരുന്നു പമ്പ്ലാനിയുടെ പ്രതികരണം. മട്ടന്നൂർ എടയന്നൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയും മകനും മരിച്ചു. മറ്റൊരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. മട്ടന്നൂർ നെല്ലൂന്നി ലോട്ടസ് ഗാർഡനിലെ നിവേദിത രഘുനാഥ്, മകൻ സ്വാതിക് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ ഋതിക്കിനെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മട്ടന്നൂർ ശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് സ്വാതിക്കും ഋതിക്കും. പൊതുമേഖലാ സ്ഥാപനമായ HMDയുടെ ഫ്യൂസ് ഊരി KSEB. വൻതുക കുടിശ്ശിക വരുത്തിയതോടെയാണ് കടുത്ത തീരുമാനവുമായി KSEB മുന്നോട്ട് പോയത്. 30 കോടി രൂപയാണ് കുടിശ്ശിക. വലിയ തുക കുടിശ്ശിക വന്നതോടെ 5 ഏക്കർ ഭൂമി പകരമായി നൽകാമെന്ന് HMD വാഗ്ദാനം നൽകിയെങ്കിലും അത് നടപ്പായില്ല. ഇതോടെയാണ് KSEBയുടെ കടുത്ത തീരുമാനമുണ്ടായത്.